ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അങ്കിൾമാർ പോയി കഴിഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് മക്കൾ രണ്ടുപേരും അവിടെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബബിതയോട് കൃഷ്ണ ചോദിച്ചു, എന്തേ അമ്മ വന്നിട്ട് എവിടെയാ? അമ്മയുടെ റൂമിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു ബബിത. ആ റൂം ചേച്ചി കൈവശപ്പെടുത്തിയതല്ലേ, അപ്പം അമ്മ അപ്പോൾ വിട്ടുകൊടുത്തു, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ പോകാൻ നോക്കുമ്പോൾ, അല്ല അമ്മയെ അല്ലെങ്കിൽ ചേച്ചി തമ്മിൽ കണ്ടോന്ന് ചോദിച്ചു. അപ്പം കണ്ടല്ലോ, എന്നിട്ട് അമ്മ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചു. അലീന ഒരു ചായയും കൊണ്ട് ചെന്നു. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് നിൻ്റെ ചായ വേണ്ടാന്ന്. പിന്നെ കഴിഞ്ഞു കൂടിക്കാഴ്ച, അത്രേ ഉള്ളൂ. അന്നേരം അമ്മ ഇപ്പോഴും ഉടക്കി നിൽക്കുക അല്ലേ? നീ അമ്മയെ ഉപദേശിക്കാനൊന്നും നിൽക്കണ്ടെന്ന് ബബിത പറയുമ്പം, ഞാനോ അമ്മയെ ഉപദേശിക്കാനോ? നല്ല കാര്യമായി. അമ്മ ബബിതേച്ചിയുടെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയ്ക്ക് ആങ്ങളമാരുടെ നടപടി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങോട്ട് വരാനേ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്നേരം അതറിയാവല്ലോ നമുക്ക്. പിന്നെ അമ്മയുടെ റൂം ഞാൻ എടുത്തതും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്നേഹമൊന്നും കാണിച്ചില്ലല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ പണ്ടേ ഇല്ലല്ലോ എന്ന് ബബിത. അങ്ങനെ നമ്മുടെ കൃഷ്ണ അകത്തേക്ക് കയറിപ്പോയി. ബബിത ഇങ്ങനെ അവിടെ നിൽക്കുക. കൃഷ്ണ നേരെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അമ്മ അവിടെ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. കൃഷ്ണയെ കണ്ടു കഴിഞ്ഞപ്പം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അന്നേരം അമ്മ എപ്പോഴാണ് വന്നത്? വന്നതല്ല, പിടിച്ചു കയറ്റി കൊണ്ടുവന്നിട്ടതാണെന്ന് പറഞ്ഞു. ആര്? നിന്റെ അങ്കിളുമാര്, അല്ലാണ്ട് ആരാ? നല്ല കാര്യം അമ്മേ. അമ്മ ഇങ്ങോട്ടല്ലേ ശരിക്കും വരേണ്ടത്? അമ്മയുടെ വീടല്ലേ ഇതെന്ന് കൃഷ്ണ ചോദിക്കുമ്പം, ഇതെൻ്റെ വീടല്ല, അലീനയുടെ വീടാണെന്ന് ചേച്ചിയുടെ വക ഒരു പറച്ചില്. ബാലചന്ദ്രൻ അവൾക്ക് ഇഷ്ടദാനം കൊടുത്ത വീട്. അമ്മയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല അല്ലേ? ഇല്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് നീ കണ്ടതുപോലെ തന്നെയാണോ ഇപ്പോഴും? ഓ, അത് പ്ലാസ്റ്റർ എല്ലാം അഴിച്ചല്ലോ, ഒന്ന് നടന്നേ കാണട്ടെ എന്ന് കൃഷ്ണ. അന്നേരത്തേക്ക് അമ്മ പതുക്കെ ചട്ടി ഇങ്ങനെ നടക്കുക. അങ്ങനെ നടന്നപ്പം അമ്മയ്ക്ക് കാലിന് വേദനയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെറുതായിട്ട്. അമ്മ അച്ഛനെ കണ്ടായിരുന്നോ? രോഹിയേട്ടനെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ശിവേട്ടനും ഗംഗേട്ടനും ഉള്ളത് കൊണ്ട് ഞാൻ മുകളിലോട്ട് കയറിയില്ല എന്ന് പറഞ്ഞു. സുഖമില്ലാതെ കിടക്കുക, പനിയും ചുമയും ദേഹവേദനയും എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ രോഹിയേട്ടൻ ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റ പോക്ക്. നാട്ടുകാരെല്ലാവരും കൂടി വളഞ്ഞിട്ട് തല്ലി. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ ഓടിച്ചങ്ങ് കയറ്റുകയും ചെയ്തെന്ന് പറഞ്ഞു. നല്ലപോലെ കിട്ടിയെന്നും കൃഷ്ണ പറയുക. അലീന ചേച്ചി ഇപ്പം നോക്കുന്നതെന്ന് പറഞ്ഞപ്പം, നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ അനീതിമാരായിട്ട്, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു നോക്കാനെന്ന് ചോദിച്ചപ്പം, ആദ്യമൊന്നും രോഹിയേട്ടൻ ആരെ അടുപ്പിക്കത്തില്ലായിരുന്നു. ഫുഡ് കഴിക്കില്ല, അതെല്ലാം തട്ടിക്കളയും. അതുപോലെ എത്ര പ്ലേറ്റും ഗ്ലാസും കപ്പും ഒക്കെ പൊട്ടിച്ച് കളഞ്ഞെന്ന് അമ്മയ്ക്ക് അറിയാവോ? അലീന ചേച്ചിയോടും ഭയങ്കര വഴക്കായിരുന്നു എന്ന് പറഞ്ഞു. അവളാണല്ലോ സർവനാശത്തിനും കാരണം. അത് കേട്ടപ്പം, അമ്മയുടെ ഈ കുറ്റം പറച്ചിൽ ഇനി ആരുടെ അടുത്തും ചിലവാകത്തില്ല അമ്മേ. കുറ്റം പറച്ചിലാണോടി? സത്യമല്ലേടി ഞാൻ ഈ പറയുന്നതൊക്കെ? സത്യം സത്യം. ആര് വിശ്വസിക്കും അമ്മേ? ബബിതേച്ചി പോലും ഇനി അമ്മയെ കണ്ണടച്ച് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം എല്ലാവരെയും അവൾ മയക്കിയെടുത്തോടി. അന്നേരം അമ്മയൊന്ന് പോയി രോഹിയേട്ടനെ കാണാൻ പറഞ്ഞു. അമ്മയുടെ മകനല്ലേ ജയിൽവാസം കഴിഞ്ഞ് വന്ന് കിടക്കുന്നത്. അതിന് നിന്റെ സപ്പോർട്ടൊന്നും വേണ്ട എനിക്ക്. ഒരുത്തി ഉപദേശിക്കാൻ വന്നിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇത്രയും നേരം കാണാൻ അമ്മയ്ക്ക് പറ്റത്തില്ലായിരുന്നു. വന്ന് പറഞ്ഞ കൊച്ചിനെ പേടിപ്പിച്ച് ഫോണും എടുത്ത് വിളിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. ആരെയോ ഫോണിൽ വിളിച്ച് കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ആ നമ്പറിലേക്ക് എന്നെ എടുത്ത് വിളിച്ചു. അപ്പോൾ ബെല്ലടിക്കുന്നില്ലല്ലോ, സ്വിച്ച് ഓഫ് ആണോ? അപ്പോൾ രോഹിയേട്ടനെ വിളിച്ചിട്ട് വേണം അമ്മയ്ക്ക് ചെല്ലാനെന്ന് കൃഷ്ണ ചോദിക്കാം. അമ്മ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുമ്പം, വിടടി. അന്നേരം ഇങ്ങ് വന്നേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിക്കും കേട്ടോ. ബാലചന്ദ്രനുണ്ട് മോളിൽ. അതാ എനിക്കൊരു മടി എന്ന് പറയുമ്പം, പേടിയാണോ അമ്മയ്ക്ക്? പിന്നെ പേടി, എൻ്റെ പൊട്ടി പിടിക്കും. കാണാതിരുന്ന അത്രയും നല്ലത്, അതുകൊണ്ട് പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് വലിയ ആളായിട്ട് നിന്ന് സംസാരിക്കും. അമ്മ ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൃഷ്ണ കയ്യെ പിടിച്ച് കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ നടത്തി സ്റ്റെയർ കയറ്റി മോളിൽ മോൻ്റെ മുറി വരെ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പോൾ അതേ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ, സത്യം പറ, അമ്മയ്ക്ക് അച്ഛനെ പേടിയായിട്ടില്ലേ അമ്മ ഈ മടി? ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞു എനിക്ക് നിൻ്റെ അച്ഛനെ പേടിയില്ല എന്ന് കേട്ടോ. ബാലചന്ദ്രൻ എന്നെ പിടിച്ചങ്ങ് വിഴുങ്ങുമോ എന്ന് ചോദിക്കുക. അല്ല പിന്നെ. മകളാണെ വലിച്ചു കൊണ്ടുവന്നു മുറിയിൽ വന്ന് അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ വാതിലിൻ്റെ അവിടെ, അതായത് നമ്മുടെ കൃഷ്ണയും വൈജയും വന്ന് ഇറങ്ങി അങ്ങ് കയറി ചെന്ന് നിന്ന പാടെ ബാലൻ വാതിൽ തുറന്ന് അങ്ങ് ഇറങ്ങി വരുന്നു. ഭർത്താവിനെ കണ്ടപ്പോഴത്തേക്കും ഭാര്യ ഒരു സൈഡിലേക്ക് മുഖവും തിരിച്ചിങ്ങനെ നിൽക്കുവാണ്. ബാലൻ്റെ മുഖത്ത് നോക്കാൻ പോലും താല്പര്യമില്ലാതെ ഇങ്ങനെ താഴേക്ക് നോക്കി കുനിഞ്ഞിങ്ങനെ നിൽക്കുന്നു. നമ്മുടെ ബാലനാണെങ്കിൽ ഇറങ്ങി വന്നു, ഒരു കൂസലും ഇല്ലാതെ വാതിലും അടച്ച് ലോക്ക് ചെയ്തു. എന്നിട്ട് വൈജി ഇങ്ങനെ നോക്കി. എന്നിട്ട് അവിടെ നിന്നും മിണ്ടാതെ അങ്ങ് പോകുമ്പോൾ, ഹായ് അച്ഛാ നമ്മുടെ കൃഷ്ണ, ഇത് എവിടെ പോവാന്ന് ചോദിച്ചു. ഓഡിറ്റോറിയം ഒന്ന് കാണണം. പിന്നെ ഗോവർദ്ധന് അയാളുടെ ഓഫീസിൽ
വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നിൻ്റെ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കണക്ക് പാടായിരുന്നു എന്ന് പറഞ്ഞു. മാത്സ് ആയിരുന്നോ? ഈസി ആയിരുന്നു എന്ന്? ആ ആ ആ ശരി, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മുടെ ബാലൻ നിന്നിട്ട് വൈജ ഒരു നോട്ടം. വൈജ നോക്കുന്നില്ല കേട്ടോ, തിരിഞ്ഞ് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ബാലൻ നിന്നിട്ടിങ്ങനെ വൈജയെ തന്നെ നോക്കിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി പോവുക. ബാലൻ അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ വൈജ ഇങ്ങനെ നോക്കി. വൈജ നോക്കിയപ്പോൾ ബാലൻ നോക്കുന്നു. പെട്ടെന്ന് കണ്ണൊക്കെ മറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ വൈജ ഇങ്ങനെ നിൽക്കുന്നു. അന്നേരം എന്ത് പറ്റി അമ്മയെന്ന് കൃഷ്ണ ചോദിച്ചു. എനിക്കിവിടെ കാല് വേദനിച്ചിട്ട് വയ്യ. അപ്പോഴാ അച്ഛനുമായിട്ടുള്ള ശൃംഗാരം എന്നും പറഞ്ഞുകൊണ്ട് വൈജ. അമ്മയ്ക്ക് രോഹിയുടെ റൂമിലേക്ക് പോയിക്കൊള്ളാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം നീയല്ലേ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നേ, എന്നിട്ട് ഞാനത് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണോ? അതെന്നാ അച്ഛനെ പോലെ മകനെ അമ്മയ്ക്ക് പേടിയാണോ എന്ന് ചോദിച്ചു. കൃഷ്ണേ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. അമ്മ ആ അടി മോന് കൊടുക്കുക, ചിലപ്പോൾ നന്നായെന്ന് വരുമായിരിക്കും. ഇങ്ങോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ അമ്മയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് ചെല്ലുന്നു. മോൻ അന്നേരം അവിടെ കിടക്കുവാണ്. അമ്മ ചെല്ലുമ്പോൾ ഇങ്ങനെ തളർന്ന് വാടിക്കിടക്കുന്ന മകനെ കണ്ടു. അമ്മയെ കണ്ടിട്ട് മോന് പ്രത്യേകിച്ച് മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? പനിയാണെന്ന് ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടല്ലോ എന്നിങ്ങനെ നമ്മുടെ വൈചത്തമ്പുരാട്ടി പറയുമ്പോൾ കുറവുണ്ടോ എന്നും ചോദിച്ചു കേട്ടോ. അമ്മയാ, ജയിലിൽ നിന്ന് കിട്ടിയതായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. ജയിലിൽ എങ്ങനെയുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ? ഭക്ഷണമൊക്കെ ഇപ്പം നല്ലതാണെന്ന് കേട്ടു, ശരിയാണോ എന്നൊക്കെ അമ്മ ചോദിച്ചപ്പം എന്നൊരു മൂളല് മോൻ. എന്നിട്ട് നീ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, അതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം പനിയാന്ന് പറഞ്ഞു. പോലീസുകാർ നിന്നെ ലോക്കപ്പിലിട്ട് ഒരുപാട് തല്ലിയോ? ജയിലിൽ ചെന്നിട്ട് തല്ലിയോ? അപ്പോഴും ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ മകനിങ്ങനെ കിടക്കുന്നു. നിനക്കെന്നാ എന്നോട് സംസാരിക്കാൻ മടിയുള്ളതുപോലെ? ഞാൻ വല്ലതും ചെയ്തോ എന്നൊക്കെ വൈജി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഇതൊന്നും എൻ്റെ കുറ്റം കൊണ്ട് വന്നതല്ല ആന്നോന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഓരോന്നിനെ ഇറങ്ങിത്തിരിക്കുമ്പോഴേ ആലോചിക്കണമെന്ന് വൈജ. പിന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്ന് അനുഭവിച്ച മാനക്കേട്, എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ പോലും തോന്നിപ്പോയി എനിക്ക്. പക്ഷെ എഴുന്നേക്കാൻ പോലും പറ്റത്തില്ലായിരുന്നല്ലോ. കാണുന്നവർക്കൊക്കെ പരിഹാസമായിരുന്നു. അവരുടെയൊക്കെ നോട്ടവും മോളലും പാമ്പ് ചിരിക്കുന്നത് പോലെ ചിരിയും. പീഡനക്കേസിലെ പ്രതിയുടെ അമ്മയാണല്ലേ എന്ന് നേരിട്ട് ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോദിക്കുന്നതായിരുന്നു അതിനേക്കാളും ഭേദം. കിടന്ന കിടപ്പിൽ കാണുകയും കേൾക്കുകയും അല്ലാതെ വലതും ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മകൻ്റെ മുന്നിൽ വന്നു നിന്ന്. നേഴ്സുമാർക്കല്ലേ എന്നെ കാണുമ്പോൾ ചിരി, എനിക്കതിൻ്റെ അർത്ഥം അറിയാൻ മേലെന്നായിരുന്നു അവരുടെയൊക്കെ വിചാരമെന്നൊക്കെ നമ്മുടെ വൈദ്യത്തമ്പുരാട്ടിൽ നിന്ന് പറയാം. നീ ഒരുത്തിനെ കൊന്നിട്ട് ജയിലിൽ പോവും, അതിനന്തസ്സുണ്ട്. ഇത് മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഇതുപോലൊരു മാനക്കേട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. കല്യാണവും കെട്ടിയവനും മക്കളും ഒന്നും വേണ്ടാന്ന് പോലും തോന്നിപ്പോയെന്നൊക്കെ നിന്ന് പറയുമ്പോൾ അമ്മയൊന്ന് നിർത്തോ പ്ലീസ് ഒന്ന് കൃഷ്ണ. ഞാൻ എൻ്റെ വിഷമം പറഞ്ഞതാ, അതെൻ്റെ മക്കളോടല്ലാതെ വേറെ ആരോട് ഞാൻ പറയും എന്നൊക്കെ വൈജ. ഒരു കെട്ടിയവനുണ്ടായിരുന്നത് തലതിരിഞ്ഞു പോയില്ലേ? അന്നേരം എല്ലാവർക്കും അറിയാം, കൂടുതൽ വിസ്തരിക്കണ്ടെന്ന് പറഞ്ഞു കൃഷ്ണ. എടീ, ശരീരത്തിനൊരു മുറിവ് പറ്റിയത് ഭേദമാകും, മനസ്സിനൊരു വേദന വന്നാൽ അതും മാഞ്ഞു പോകും. ഈ പീഡനക്കേസ് തൂത്താലും തുടച്ചാലും എത്ര കാലം കഴിഞ്ഞാലും ഇത് മായ്ച്ചു കളയാൻ പറ്റൂടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗ്. മതി വരാൻ പറഞ്ഞു കൃഷ്ണ. കുറ്റം പറഞ്ഞ ആർക്കും ഇഷ്ടമല്ല അല്ലേ? എന്നാൽ കുറ്റം ചെയ്യാതിരിക്കണ്ടേ? അതാണെങ്കിലോ ഇല്ലതാനും. എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഇത്. അപ്പോൾ അതമ്മ പറഞ്ഞ് ഭയങ്കര ശരിയാ. കുറ്റമില്ലാത്തൊരു ഒറ്റൊരാളെ ഈ ലോകത്തുള്ളൂ, അത് അമ്മ മാത്രമാണെന്ന് കൃഷ്ണ പറയുമ്പോൾ നീ പൊടി, നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പോൾ എനിക്കറിയാവടി. അതും പറഞ്ഞതേ അതിനെ കുറ്റം പറയുന്നു. ഞാനിനിയൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വൈജ ചേച്ചി, ഞാൻ താഴെയുണ്ട്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം കേട്ടോ. എനിക്ക് പഴയതുപോലെ നടക്കാൻ പറ്റത്തില്ല. 1/2 മണിക്കൂർ എടുത്തിട്ടാണ് സ്റ്റെയർ കേഴ്സ് തന്നെ ഒന്ന് കയറിയത്. ഒന്നും മകൻ മിണ്ടിയില്ല. നീ പോന്നപ്പോൾ ഹരി എന്നാ പറഞ്ഞടാ? അവന് വലിയ വിഷമമായി കാണുമല്ലേ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് കരി ഓർത്തിട്ടാണോ വിഷമം? കരിയാണല്ലോ എത്രയൊക്കെ ഒപ്പിച്ച് വെച്ചതെന്ന് കൃഷ്ണ. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. രണ്ടുപേരും ഒന്നിച്ച് ജയിലിൽ കയറിയപ്പോൾ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു പോരുമ്പോൾ മറ്റവൻ എന്തോരം വിഷമം കാണും. അമ്മ ചെന്ന് ആശ്വസിപ്പിക്കണം, വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ, ചെല്ലാൻ പറഞ്ഞു. അബദ്ധം പറ്റിപ്പോയില്ലേ, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, അനുഭവിക്കുക തന്നെ. അബദ്ധം പോലും അബദ്ധം. കൃഷ്ണയ്ക്കുള്ള വെളിവ് പോലും വൈജയ്ക്കില്ലെന്ന് വൈജ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. പഴമക്കാർ പറയും തൊണ്ടേ പുഴുത്ത ഇറക്കാൻ പറ്റുക, അല്ലാണ്ട് പിന്നെ എന്നാ ചെയ്യാൻ പറ്റുമെന്ന്. എടാ രോഹി, എനിക്ക് ഒത്തിരി നേരം നിൽക്കാൻ വയ്യ, താഴോട്ട് പോവുക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബി ഇങ്ങനെ പറയുമ്പോൾ മകൻ അമ്മയുടെ നേരെ ഒന്ന് നോക്കി. നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ എവിടെയൊക്കെ വഴിപാട് നേർന്നിട്ടുണ്ടെന്ന് അറിയാവോ നിനക്ക്? ഇല്ലെങ്കിൽ നിനക്ക് ജാമ്യം കിട്ടുമോ? പിന്നെ ആ പെണ്ണിന് കോടതിയിൽ കയറി മൊഴി മാറ്റി പറയാൻ തോന്നുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ മകൻ്റെ മുന്നിൽ പറയണു.
ഞാൻ എൻ്റെ സകല ദൈവങ്ങളെയും വിളിച്ച് കരഞ്ഞതിൻ്റെ ഫലമാണെന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ നിന്നിങ്ങനെ ചിരിക്കുക. കൃഷ്ണയ്ക്ക് ചിരി വന്നു കേട്ടോ. മകൻ അമ്മ ഇങ്ങനെ നോക്കണം. ശരിടാ, എനിക്കെപ്പോഴും കയറി വരാൻ പറ്റത്തില്ല കേട്ടോ, നീ താഴോട്ട് വായേ എന്നൊക്കെ പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോയി. എന്നാൽ പോട്ടെ മോനെ എന്നും പറഞ്ഞ് തൊട്ടരികിൽ ഇന്ന തലയിലൊന്ന് തലോടി കൊടുക്കുമോ? ഇതൊന്നും അമ്മ ചെയ്തില്ല. അമ്മ ചെയ്തതിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് അമ്മ അങ്ങ് ഇറങ്ങിപ്പോയി. അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴും മകൻ ഇങ്ങനെ അവിടെ ചുമച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ ആലോചനയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈജയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവർ രണ്ടുപേരും കൂടെ വീട്ടിൽ ചെന്നു. കമല വന്ന് വാതിലും തുറന്നു. എന്തായി കാര്യങ്ങളെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന് ശിവേട്ടൻ പറയാം. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത അപ്പം തന്നെ അവളെ ലഗേജ് സഹിതം കാറിൽ പിടിച്ച് കയറ്റി കടപ്പാട്ടൂർ കൊണ്ടുവന്ന് അങ്ങ് ഇറക്കി വിട്ടെന്ന് പറഞ്ഞു. വൈജ എതിർത്തില്ലേ? അവൾ നീറുപോലെ നിൽക്കുന്നവളാണല്ലോ എന്ന് കമല. അന്നേരം എന്നോട് അവൾ എതിർത്തേനെ, പക്ഷെ ഓർക്കാപ്പുറത്ത് ഗംഗേട്ടനെ കണ്ടതോടെ അവളുടെ പൂരിപ്പോയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മനു വന്നു. ഗംഗേട്ടൻ പറഞ്ഞാൽ നിൽക്കാത്തവളാണല്ലോ അവളെന്ന് കമല ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തൊരടിയുടെ ചൂടേ അവൾ മറന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്നിട്ടോ അവളെല്ലാവരോടും മിണ്ടിയോ? അവളുടെ റൂമിലോട്ട് കയറിപ്പോയി. പിന്നെ തിരിച്ചു പോരാൻ നേരത്താണ് അവളെ കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ദേ അലീനയായിട്ട് കൂട്ടിമുട്ടിയോ? അതാ എനിക്കറിയേണ്ടതെന്ന് കമല പറയുമ്പം ഉത്സാഹം കണ്ടോ എന്ന് മനു. പോടാ, അലീനയായിട്ട് അടി വെച്ചു എന്ന് കേൾക്കാൻ ത്രസിച്ച് നിൽക്കുക അവിടെ. നീ പോടാ അവിടെ നിന്ന് കമല മനുവിനോട്. അലീനയോടാണല്ലോ അവളുടെ യുദ്ധം, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. പിന്നെ അലീനയുമായിട്ട് എന്തെങ്കിലും ഉണ്ടായോ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഗംഗേട്ടൻ. ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി വല്ലതും നടക്കും, അത് ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെ നമ്മുടെ മനു ഇങ്ങനെ നോക്കി നിൽക്കുക. നാളെ തന്നെ അവൾ കടപ്പാട്ടൂരിൽ നിന്ന് പെട്ടിയും കിടക്കായിട്ട് ഇറങ്ങും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഗംഗേട്ടൻ. ഞങ്ങൾ ഉടനെ തിരിച്ചു പോകുന്നില്ലെന്നാണ് അവളോട് പറഞ്ഞിരിക്കുന്നതെന്ന കാര്യം പറഞ്ഞു. അവൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് കമല. അലീനയെ കണ്ടാലേ പിന്നെ അവൾക്ക് ബാധ കയറും, ബാധ കയറുമോ കയറാതിരിക്കുമോ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു, ഇനി ഇതിൻ്റെ പിറകെ വരാൻ ഞാനില്ല എന്ന് ഗംഗേട്ടൻ പറഞ്ഞു. ബാലചന്ദ്രനോട് അവൾ സംസാരിച്ചായിരുന്നോ? അവർ തമ്മിൽ സംസാരിക്കാൻ ഇപ്പം എന്തായിരിക്കുന്നത്? ബാലചന്ദ്രൻ താഴോട്ട് ഇറങ്ങി വന്ന് മിണ്ടിയില്ലേ അവളോടപ്പോൾ? അതിൻ്റെ ആവശ്യം എന്താണെന്ന് നീ പറയാൻ പറഞ്ഞു. അവർ തമ്മിൽ എന്താ കാണാത്തവരാണോ? കുറേ കാലമായിട്ട് അകന്ന് കഴിയുന്നവരല്ലേ? കാണാനും മിണ്ടാനും ദാഹിച്ചിരിക്കുന്നവരാണോ എന്ന് ചോദിച്ചു. മിനിഞ്ഞാന്ന് കൂടി ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ പോയി വൈജയെ കണ്ടതായിരുന്നല്ലോ. അല്ല, വൈജയ്ക്ക് ബാലചന്ദ്രനോടല്ല വിരോധമുള്ളത്. അവൾക്ക് വിരോധം അലീനയോടാണെന്ന് കമല പറയാം. ബാലചന്ദ്രനോട് ക്ഷമിക്കാനൊക്കെ അവൾ തയ്യാറാ. അലീനയാണല്ലോ അവളുടെ മുഖ്യ ശത്രു. കമല വൈജയെ വിളിക്കുമ്പോൾ പറയണം ബാലചന്ദ്രനോട് ക്ഷമിക്കാൻ നിൽക്കണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ അയാൾക്ക് അടിമുടി വിറഞ്ഞു കയറുമെന്ന് ഗംഗേട്ടൻ പറഞ്ഞു. വൈജയോട് ക്ഷമിക്കണോ വേണ്ടയോ എന്ന് അയാൾ ആലോചിച്ച് തുടങ്ങണമെങ്കിൽ തന്നെ ഇനി ഒരു 5 വർഷം കഴിയണമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് അവൾ അങ്ങോട്ട് ക്ഷമിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് ചെന്നാൽ അയാൾ പിന്നെ അവളോട് ക്ഷമിക്കുന്ന കാര്യം ആലോചിക്കണമെങ്കിൽ 7 ജന്മം കഴിയണം. മനസ്സിലായോ എന്ന് ഗംഗേട്ടൻ ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയല്ലേ? അവിടെ ഇരുന്നോട്ടെ, ആരും ചെന്ന് അങ്ങോട്ട് തുഴയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു ഗംഗേട്ടൻ. രോഹിയെ കണ്ടില്ലായിരുന്നു ശിവേട്ട? അവൻ എന്നാ പറയുന്നു? അലീനയുടെ മന്ത്രവാദവും മയക്കുമൊടിയും കൊണ്ടേ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നവനാണല്ലോ. മന്ത്രവാദവും മയക്കുമൊടിയും കൂടെ വേണോ അമ്മയെന്ന് മനു ചോദിച്ചു. ഏതെങ്കിലും ഒന്ന് പോരെ അമ്മേ? അവളുടെ കയ്യിൽ എല്ലാം ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ആദ്യം സ്വന്തം മകൻ എവിടെയാണെന്ന് തിരിച്ചറിയണം കമലേ. അതേപ്പറ്റി ഓർത്ത് വിഷമിക്കുക, മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞു നിൽക്കാം. അവനെ നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ പിന്നെ എന്നും പറഞ്ഞു നിന്ന് ഒരു പൊടിക്കണ്ണീരും കൂടി അങ്ങ് വീഴ്ത്തി. അപ്പോൾ അദ്ദേഹം നമ്മുടെ ശിവേട്ടൻ, ആർക്കും അതിനൊന്നും സമയവും ഇല്ലല്ലോ, അവന് വേണ്ടി സംസാരിക്കാൻ പോലും ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇത്. അവന് വേണ്ടി ഇറക്കാൻ കാശും ഇല്ല. പെങ്ങൾ വാടക വീടെടുത്ത് മാറാൻ പോകണമെന്ന് കേട്ടപ്പോഴേ അതിന് പരിഹാരം ഉണ്ടാക്കാൻ എല്ലാം കൂടി റെഡിയായിട്ട് അങ്ങ് പോയി. കൊള്ളാം. അപ്പം ഇതൊക്കെ കേട്ട് ഇവർ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അത്രയും പറഞ്ഞിട്ട് കമല അകത്തേക്ക് പോയി. എൻ്റെ ഒരു തലവിധി എന്നും പറഞ്ഞാണ് കമല അകത്തേക്ക് പോകുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അതൊരു പരിഹാരമില്ലാത്ത മരണം വരെ അതിങ്ങനെ തന്നെയായിരിക്കും എന്ന് ശിവേട്ടൻ അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. മനു അന്നേരം ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഗംഗേട്ടനെ ഇങ്ങനെ നോക്കി. ഗംഗേട്ടനും മനുവും പരസ്പരം നോക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അലീനെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതിക്കുട്ടി വിളിച്ചു. ഹലോ ചേച്ചി, എന്നെ എടുക്കുവാ? ഞാൻ ഇച്ചിരി കഞ്ഞിയൊക്കെ എടുക്കുമായിരുന്നു രോഹിത്തിന് കൊടുക്കാനായിട്ട്. ആണോ? തിരക്കാണെങ്കിൽ ഞാൻ വെച്ചേക്കാം. നമ്മൾ പാവം, അവിടെ അല്ലയോ വലിയ VIP ഗസ്റ്റൊക്കെ ഉള്ളേ. അവളുടെ ഒരു കൊഞ്ചൽ. എടി
എന്നെ ഉണ്ട് വിശേഷമൊക്കെ, സുഖമാണോ? അപ്പോൾ ഇവിടെ എന്നാ വിശേഷം? ഇവിടെ സെമസ്റ്റർ എക്സാം ഒക്കെ കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. മാമച്ചനങ്ങളും ഗ്രേസമാൻറ്റിയും ഇന്നൊരു കല്യാണത്തിന് പോയേക്കുവാ, ഇതുവരെ എത്തിയിട്ടില്ല എന്നും. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷമൊന്നും. ഇനി അവിടുത്തെ വിശേഷങ്ങൾ പറയാനും രേവതിക്കുട്ടി പറയുമ്പോൾ നമ്മുടെ അലീന വൈജ വന്ന കാര്യമൊക്കെ പറഞ്ഞു. ആ പിന്നെ രോഹിക്കൂട്ടൻ എന്നാ പറയുന്നു എന്ന് ചോദിച്ചു. ഒരടക്കോ ഒതുക്കമൊക്കെ വന്നിട്ടുണ്ടോ? ഏതേ രേവതിക്കുട്ടി, വേണ്ട കേട്ടോ, അങ്ങനെയൊന്നും ഇനി പറയരുത് കേട്ടോ. അവൻ ആ കുട്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ഇങ്ങനെ അലീന പറയാം. എല്ലാവരും അങ്ങനെ അവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു നാണക്കേട് കാരണം ഇപ്പോഴും എല്ലാവരോടും ഒരു നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രോഹിത് എന്ന കാര്യം അലീന പറയുന്നു. അത് അവനോട് തന്നെയാണെന്ന് അവന് മനസ്സിലാവാൻ ഇത്തിരി സമയമെടുക്കുമെന്നും പറഞ്ഞു. പിന്നെ ഒന്നും അറിയാത്തൊരു കുഞ്ഞു വാവ മുഴുവൻ പ്ലാൻ ചെയ്തപ്പോഴും കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ കരിമോൻ്റെ കൂടെ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു. എന്നാലും ചേച്ചി പറയുന്നത് കൊണ്ട് തൽക്കാലം കേസ് ഞാൻ അവധിക്ക് വെക്കുകയാണ് നമ്മുടെ രേവതിക്കുട്ടി. നീ ആരാ, ജഡ്ജിയോ? ആ ഏകദേശം എൻ്റെ റോള് ഇപ്പോൾ അതൊക്കെ തന്നെയാണ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടേ. അപ്പം അതൊക്കെ കേട്ടിട്ട് അലീന ഇങ്ങനെ ചിരിക്കുന്നു. ആ അതൊക്കെ വിടുകളെ ചേച്ചി, പാപം രോഹിമോൻ്റെ കാര്യമൊക്കെ പറയാൻ പറഞ്ഞു. അന്നേരം എന്തേ രേവതിക്കുട്ടി, അയ്യോ ഇല്ലില്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് വിളിച്ചതാ, ചേച്ചി പറഞ്ഞോളാൻ പറഞ്ഞു. അത് എല്ലാവരോടുമേ ഭയങ്കര ദേഷ്യവും വാശിയും ഒക്കെയാ. തെറ്റ് സമ്മതിച്ച് കൊടുക്കാനുള്ളൊരു മടിയുണ്ടല്ലോ നേരത്തെ പോലെ, അതാണ് മെയിനായിട്ടുള്ള കാരണം. എങ്കിലും ചെയ്തത് തെറ്റാണെന്നും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നും മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം അലീന പറഞ്ഞു. അതുകൊണ്ട് ഇനി ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്നുള്ള മട്ടിലൊക്കെയാ സ്വഭാവം എന്ന കാര്യവും പറഞ്ഞു. ഇപ്പോൾ ഭക്ഷണവും വെള്ളവും ഒന്നും വേണ്ട, ഇതിനിടയിൽ പാത്രം പൊട്ടിക്കലും എറിയലും തകർക്കലും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം. അപ്പം ബാലേന്ദ്രനങ്ങളൊന്നും പറഞ്ഞില്ലേ? അച്ഛനും നല്ല പ്രഷറിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ദേഷ്യവും പിണക്കവും ഒക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഇക്കഴിഞ്ഞ ദിവസം ദേഷ്യം കയറിയിട്ടേ രോഹിത്തിൻ്റെ റൂമിലെ ലോക്കെല്ലാം ആശാരിയെ വിളിച്ചു വരുത്തി പൊളിച്ചു. അപ്പോൾ വെരി നൈസ്. എന്നിട്ട് എന്താ ചേച്ചി? ഇതിനിടയിൽ ആരോടും പറയാതെ റോട്ടിലോട്ട് ഇറങ്ങിപ്പോയിന്നേ ഒരു ദിവസം. അവിടെ വെച്ച് ആൾക്കാരുമായി പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അവരാണെങ്കിൽ രോഹിത്തിനെ കല്ലെറിയുക അടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ജയിലിലും വീട്ടിലും കിട്ടുന്നത് പോരാഞ്ഞിട്ടാണോ പുറത്തുനിന്നും കൂടെ മേടിക്കാനായിട്ട് ഇറങ്ങിപ്പോയതെന്ന് ചോദിച്ചു. അപ്പോൾ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനും കുറ്റബോധവും ഒക്കെ തീർക്കാൻ ഒരു വഴി നോക്കുന്നതാണെന്നുള്ള കാര്യം അലീന പറഞ്ഞേ. അപ്പോൾ ആളെന്നിട്ട് എന്ത് ചെയ്യേ? അതും എന്നെ പനി പിടിച്ച് കിടക്കുകയാണെന്നും നല്ല ചുമയും ദേഹം വേദനയും ഒക്കെ ഉണ്ടെന്ന കാര്യം അലീന ഇങ്ങനെ പറയാം. പിന്നെ ഞാൻ ഭക്ഷണം റെഡിയാക്കി റൂമിലോട്ട് പോകാൻ പോയപ്പോഴാണ് നിൻ്റെ കോള് വന്നതെന്ന് പറഞ്ഞപ്പം, എന്നാൽ പിന്നെ ചേച്ചിയുടെ രോഗി ശുശ്രൂഷ നടക്കട്ടെ, ഞാൻ പിന്നെ വിളിച്ചോളാം, അല്ലെങ്കിൽ ചേച്ചി ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എനിക്ക് എക്സാം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഭയങ്കര ഫ്രീയാണ്, ഓക്കെ ഗുഡ് നൈറ്റ് ബൈ എന്നൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടെ ഫോണും കട്ട് ചെയ്ത് അലീന കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്ന് നേരെ രോഹിയുടെ മുറിയിലേക്ക് കഞ്ഞിയായിട്ട് പോകാൻ നോക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.